നിർബന്ധ വസിയത്തുകളുണ്ട്. ഇസ്ലാം സ്വത്തവകാശത്തിന് വെറും അനന്തരാവകാശം മാത്രമൊന്നുമല്ല നിശ്ചയിച്ചത്. അനന്തരാവകാശ നിയമങ്ങൾക്ക് പുറമേ ഇസ്ലാം സ്വത്ത് കിട്ടാൻ വേറെയും വകുപ്പുകൾ നിശ്ചയിച്ചതാണ്. വസിയത്തും ഹിബത്തും വഖഫുമൊക്കെ. പൗത്രന് അനന്തരാവകാശമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അതായത് ഒരു ബാപ്പ മരിക്കുമ്പോൾ അയാളുടെ ഒരു മകൻ മരിക്കുകയാണ്. ബാപ്പ ജീവിച്ചിരിക്കെ ആ മകൻ്റെ പേരക്കുട്ടികൾക്ക് സ്വത്തോഹരി വാസ്തവത്തിൽ സ്വത്തവകാശം ഇല്ല. പേരക്കുട്ടികൾക്ക് സ്വത്തവകാശം ഇല്ല. കാരണം ബാപ്പ ജീവിച്ചിരിക്കെ തന്നെ മകൻ മരിച്ചു. ആ മകൻ്റെ കുട്ടികൾക്ക് നിയമപ്രകാരം എന്തില്ല? അനന്തരാവകാശമല്ല. ശരിക്കും മനസ്സിലാക്കണം, അടിവരയിടണം. അനന്തരാവകാശമല്ല എന്നാ പറഞ്ഞു കേട്ടോ. എന്നാൽ അവർക്കൊക്കെ ഉള്ളതാ വസിയത്ത്. എല്ലാവർക്കും സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഈ മരിച്ചുപോയ മോൻ്റെ മക്കൾക്കും ഒരു ഓഹരി തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. അത് മനുഷ്യത്തെ പറ്റുള്ളവരൊക്കെ ചെയ്യുകയും ചെയ്യേണ്ടതുമാണ്. അതാ വസിയത്ത്. ആ വസിയത്ത് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നിർബന്ധമായി എഴുതി വെക്കേണ്ട വസിയത്തുകളിൽപ്പെട്ടതാണെന്ത്? എൻ്റേതല്ലാത്ത പ്രോപ്പർട്ടി എൻ്റെ പേരിൽ ഉണ്ട് എന്ന് എനിക്കറിയാമെങ്കിൽ അങ്ങനെ ഉണ്ടാവും. വസ്തുവിൻ്റെതാവില്ല. ഞാൻ ചില സാഹചര്യങ്ങളിൽ ആരുടെയൊക്കെയോ ഭൂമി എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചതാവും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആധാരം എൻ്റെ പേരിലായിരിക്കും. പക്ഷേ റിക്കാർഡിക്കലി അത് എൻ്റെതാണ്. പക്ഷേ ഫലത്തിൽ അത് എൻ്റെതാണോ? അല്ല. അതെൻ്റെ കുടുംബങ്ങൾ അറിയണം. അപ്പം എൻ്റെ കുടുംബങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വസിയത്തിൽ എഴുതി വെക്കണം, മക്കളെ ബാപ്പൻ്റെ പേരിൽ ഇന്ന സ്ഥലത്തുള്ള സ്ഥലങ്ങളുണ്ട്, ഇത്ര നമ്പർ ആധാരമുണ്ട്. ആ ആധാരത്തിൽ പറയുന്ന സ്ഥലം ഉപ്പാൻ്റെ മുതലല്ല, ഉപ്പ മറ്റൊരാളുടെ സമ്പത്ത് അയാളുടെ സമ്മതപ്രകാരം ഒരു അത്യാവശ്യത്തിന് വേണ്ടി അയാൾക്ക് വേണ്ടി ഉപ്പയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് ഓരി വെച്ച് എടുക്കാൻ പറ്റിയ മുതലല്ലട്ടോ, വസിയത്ത് എഴുതി വെച്ചോളണം. ഇതറിയാതെ മക്കളോടത് മിണ്ടിയില്ല. വാപ്പ സ്വകാര്യമായിട്ട് സ്നേഹിതന്മാരോടുകൂടെ അങ്ങനെയാണ് ചെയ്തതാണെങ്കിൽ മക്കൾ കോടതിയിലാണ് കയറും. എൻ്റെ ബാപ്പൻ്റെ റൈറ്റാണ് ഈ പ്രോപ്പർട്ടി, അവരാ അന്യായമായ സ്വത്താണ് കൈക്കലാക്കിയിട്ട് അതവർ പരസ്പരം എന്ത് ചെയ്യും? വീതിക്കും. ഹറാം അവർ തിന്നേണ്ടി വരും. ആരാ കുറ്റക്കാരൻ? ഇയാൾ എഴുതി വെച്ചിട്ടില്ല, അപ്പോൾ വസിയത്ത് എഴുതി വെക്കണം. അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ എഴുതി വെക്കണം. ഒരാൾ നമ്മളോട് വേറെ വല്ല വസ്തുവും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഒരാൾ ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, ഇത് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു വദിയത്തായിട്ട് ഡെപ്പോസിറ്റായിട്ട് നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. റബ്ബിൻ്റെ തൗഫീഖും ആയുസ്സും ആഫിയത്തും ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ തന്നാൽ മതി. അത് കിട്ടിയ അന്ന് ഞാൻ എഴുതി വെക്കണം എൻ്റെ ഡയറിയിൽ. എൻ്റെ മക്കൾ മരിച്ചാൽ വായിക്കുന്ന ഡയറി വേണം എനിക്ക്, അതിൽ ഞാൻ എഴുതി വെക്കണം. മക്കളേതാ ഇന്നയാള് എൻ്റെ കയ്യിൽ 10 ലക്ഷം ഏൽപ്പിച്ചിട്ടുണ്ട്, ഉപ്പായുടെ സമ്പത്തിൽ അതുണ്ട്, ബാങ്ക് ബാലൻസിൽ അതുണ്ട്, അത് ഉപ്പൻ്റെതല്ലട്ടോ, അത് അയാൾ എന്നെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്താണ്. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ അയാൾ വാങ്ങിക്കോളാമെന്ന് പറഞ്ഞു ഉപ്പനെ ഏൽപ്പിച്ചതാണ്. ഇത് മക്കൾ അറിയണം. മക്കൾ അറിഞ്ഞിട്ടില്ലെങ്കിലോ ഇയാൾ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് മക്കളോട് ചോദിക്കും, ഇയാൾ ധൈര്യച്ചിട്ടില്ല, ഇയാൾ മരിച്ചുപോയി, മക്കള് അങ്ങനെ വാക്കാല് പറഞ്ഞതിനൊന്നും ഇവിടെ അങ്ങനെ എത്ര ആൾ വന്ന് പറയും. കറക്റ്റാണ്, അങ്ങനെ പറയുന്നവരും ഉണ്ടാവില്ലേ? അപ്പം എഴുതി വെക്കണം. നമ്മുടേതല്ലാത്ത സ്വത്ത് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ എഴുതി വെക്കണം. ഒരാൾ നമ്മുടെ കയ്യിൽ 1 ലക്ഷം ഉറുപ്പ്യ ഏൽപ്പിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കണം, നിങ്ങൾ അർഹതപ്പെട്ട ആളുകളെ കണ്ടാ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ്, ഞാൻ എഴുതി വെക്കണം. അത് ഇന്നയാൾ എന്നെ ഏൽപ്പിച്ച സക്കാത്തിൻ്റെ മുതലാണ്. അതല്ലാതെ ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ 1 ലക്ഷവും കൂടി എൻ്റെ മക്കൾ എൻ്റെ സമ്പത്തിലേക്ക് കൂട്ടി അവർ ഓഹരി വെക്കും. ആരാ കുറ്റക്കാരൻ? എഴുതി വെക്കാത്ത ഞാൻ കുറ്റക്കാരനാകും. സക്കാത്ത് കൊടുക്കാത്ത മുതലുണ്ടോ? ഞാൻ എഴുതി വെക്കണം, മക്കളെ വർഷങ്ങളായി ഇപ്പൊ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഇത്ര രൂപ സക്കാത്ത് കൊടുക്കാൻ ഇനിയും ഇവിടെ കുടിശ്ശിക ബാക്കിയുണ്ട്, നിങ്ങൾ കൊടുത്തു തീർക്കണം. ഇത് എൻ്റെ മുതലല്ല, അത് ആരാന്റെ ഹക്കാണ്, റബ്ബിന്റെ അവകാശമാണ്. അത് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ആ മക്കൾ അതെടുത്ത് കൈകാര്യം ചെയ്യും, നമ്മൾ കുറ്റക്കാരാകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളാണ്. വാക്കാൽ പറയേണ്ട വസിയത്തുണ്ടാവും. ഞാൻ മരിച്ചാൽ എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ഇന്നയും കാര്യങ്ങളൊക്കെ പാലിക്കണം, ഖബറിൻ്റെ സമീപത്ത് ഇന്നതേ ചെയ്യാവൂ, നിങ്ങൾ വീട്ടിൽ അട്ടഹസിച്ച് നിലവിളിക്കരുത്, അടിയന്തരം ഉണ്ടാക്കരുത്. ആ രൂപത്തിലുള്ള ഇസ്ലാമിൽ നിരക്കാത്ത ഒരാചാരവും എൻ്റെ മരണശേഷം നിങ്ങൾ ചെയ്യരുത്, എഴുതി വെച്ചോളണം. ഹറാമായതിനൊന്നും എഴുതി വെക്കാനും പാടില്ല. എഴുതി വെച്ചാൽ അത് നിറവേറ്റുന്ന കടമ ശേഷക്കാർക്ക് ഇല്ലതാനും. നിർബന്ധമായതും സുന്നത്തായതുമായ എന്തൊക്കെ എഴുതി വെക്കുന്നുണ്ടോ എല്ലാം ശേഷക്കാർക്കത് നിർവഹിക്കൽ നിർബന്ധമാണ്.